ഹലോ ഗൈസ്, നമുക്കിന്നൊരു അൽസി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ? നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അൽസി എന്താ, അൽസിൻ്റെ റെസിപ്പി എന്താന്നൊക്കെ. അവർക്കും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആട്ടോ ഇത്. അൽസ എന്ന് പറയുന്നത് ഒരു മീറ്റ് ഡെസേർട്ടാണ്. നമ്മൾ കണ്ണൂരുകാർക്ക് സൽക്കാരങ്ങളും തക്കാരങ്ങളൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെള്ള ഗോതമ്പാണ് ഉപയോഗിക്കുക. ഇത് ഒരു 6 മണിക്കൂർ മുമ്പ് 2 ഗ്ലാസ് ഗോതമ്പ് നല്ലോണം കഴുകി ഫ്രഷ് ആക്കിയിട്ട് ചൂടുവെള്ളത്തിൽ പൊതിർത്തി വെച്ചതാണ്. ഇത് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ കുക്കറിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് കൂടുതൽ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കുക. വെള്ളത്തിന്റെ അളവ് കുറച്ച് കൂടുതലാകുന്നതായിരിക്കും നല്ലത്. നമുക്കിത് വെന്ത് വരുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ട്. പിന്നെ ഇതിലേക്ക് 2 ഏലക്കായി, 2 ഗ്രാമ്പു, 1 കഷ്ണം കറുവപ്പട്ടയും കൂടി ചേർക്കുക. ഒരു ഉള്ളിയുടെ നേർ പകുതി എടുത്തിട്ട് നീളത്തിൽ കട്ടിട്ട് അതും കൂടി ചേർക്കുക. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് ചിക്കൻ പീസാണ്. കഴുകി വൃത്തിയാക്കിയ ചിക്കന്റെ പീസ് ഒരു 5-6 കഷ്ണം തന്നെ വലുതായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചിട്ട് നമ്മളിത് കുക്കറിൽ ഒരു 6-8 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുക. ഒരു 8 വിസിലിന് ശേഷം ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കുക്കർ ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഗോതമ്പും ചിക്കനും ഒക്കെ കൂടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലുള്ള ചിക്കന്റെ കൊട്ടുകളും അതുപോലെ തന്നെ നേരത്തെ ചേർത്ത ഗ്രാമ്പൂ പട്ടയൊക്കെ എടുത്ത് മാറ്റുകയാണ്. അതിനുശേഷം എനിക്കിവിടെ ഉപ്പ് കുറച്ചും കൂടെ വേണ്ടതായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ഈ സമയത്ത് തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നന്നായി തിളച്ച കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ബീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലായാലും ഇത് അരച്ചെടുത്താൽ മതി. ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി എല്ലാം കൂടെ ഇളക്കി മിക്സാക്കി ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുപ്പത്തൊരു പാത്രം വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്ത് കിസ്മിസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അതേ നെയ്യ് തന്നെ കുറച്ച് ഉള്ളിയും കൂടെ പൊരിച്ചെടുക്കുക. പിന്നെ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുത്ത് ഈ ഗോതമ്പിന്റെ കൂട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ അൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ട്രേ എടുത്ത് അതിലേക്ക് കുറച്ച് അൽസ വിളമ്പി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ ആ നെയ്യിന്ന് കുറച്ച് അല്പം അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ച് നല്ലോണം സെറ്റാക്കിയ ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കിസ്മിസും ഉള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ അൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇത് പഞ്ചസാര ചേർത്താണ് കഴിക്കാറ്, അതല്ലാതെയും കഴിക്കാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.